ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൽഹി ട്രിപ്പ് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ 2 days ട്രിപ്പ് കഴിഞ്ഞു. ഇനി നേരെ നാട്ടിലോട്ട്. നമ്മളിപ്പോൾ നോയിഡയിൽ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് ഇവിടെ അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ട് ചെല്ലും. അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെട്രോ എടുക്കും. അവിടുന്ന് 12 മണിക്കാണ് ട്രെയിൻ, കേരള എക്സ്പ്രസ് ആണ്. അപ്പോൾ ഞാൻ തത്കാല് ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരിക്കണത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തത്കാൽ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, തത്കാലാണ് ബുക്ക് ചെയ്തിരിക്കണം. അത് കാരണം തലേ ദിവസം തന്നെ ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടി. ഇവിടെ ഭയങ്കര ട്രാഫിക്കിൻ്റെ ടൈമാണ്, ഭയങ്കര ട്രാഫിക്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ചീറ്റൊക്കെ വിളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടുക് ബൈ. भाई तुम्हारा नाम कहाँ है, क्या है? मेरा हाँ, मेरा नाम मोहन है. മോഹൻ ഭായി ആണ് നമ്മളെ നോയിഡയിൽ നിന്ന് മെട്രോയ്ക്ക് എത്തിക്കുന്ന ആൾ. ഓക്കെ, ഊബർ വഴിയാണ് ബുക്ക് ചെയ്തത്. ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്, 150 രൂപയാണ് ചാർജ്. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മളെ പറ്റിക്കപ്പെടുത്തും. അതുകൊണ്ട് ഊബർ ബുക്ക് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലിപ്സ് കാണിച്ചു തരാം. फेस्टिवल के बाद है लाइटिंग, ये गेट बनाए हो। गेट बनाए हैं. हाँ, ओके. 1 month अंधेरा होता है ना, हाँ बहुत अच्छी लाइटिंग कर देंगे। ओ, हम लोग खड़े होकर के ऐसे सेल्फी लेते हैं। ये मेरा ऑफिस था। तुम्हारा ऑफिस? ओ ग्रेट. थोड़ा सा बस समय बिगड़ गया। नहीं नहीं ऑटो नहीं चलाना। नहीं मेट्रो से मेट्रो हाँ, मेट्रो चल रहे हैं। हाँ, मेट्रो या 52 മെട്രോ. ഓവറായിട്ട് കമ്പനി അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അവർ നമ്മളെ അവരുടെ സ്ഥലത്തേക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. മേ ബി നല്ല ഉദ്ദേശത്തോടെയൊക്കെ അവൻ പറയണേ, പക്ഷേ ഇക്കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ താമസിച്ച റൂമിലത്തെ പിള്ളേർ വരെ നൈസ് റൂം പരിപാടികളാണ്. സോ അതാണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും കെയർഫുള്ളായിരിക്കണം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. മെട്രോ എത്തിയിട്ട് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ക്രൗഡഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു വിധത്തിൽ തിരക്കിൻ്റെ ഇടയിൽ ടിക്കറ്റൊക്കെ എടുത്തു. ഇവന്മാർ ഫുള്ള് ഹിന്ദിയാണ് കേട്ടോ. ടിക്കറ്റിലും ഇവിടെ സൈൻ ബോർഡ്സും ഒക്കെ ഹിന്ദിയാണ്. നമ്മുടെ കൊച്ചി മെട്രോയിലാണെങ്കിൽ ഫുള്ള് ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹിന്ദി അറിയാത്തത് കൊണ്ട് ബോർഡൊന്നുമില്ല, ചോദിച്ച് പോകണം. Next station is Botanical Garden. क्या नाम है आपका? अमन खान। अमन खान. ओके. खान Like Shahrukh Khan? हाँ, यस। You going to railway station? यस, मेरी फ्रेंड इंतजार कर रही है, उसके बाद जा रहा हूँ। हाँ, मेरी फ्रेंड इंतजार कर रही है, उसके बाद जा रहा हूँ। ओके. मैम तो तुम पास आया? खाली जाना है, उसे वहाँ से लेके आने का है। हाँ. आ जाओगे यहाँ से? Just show me where is the railway station. तुम क्या करता है? मैं गाड़ियों का काम करता हूँ, रात का। ड्राइवर. रात का लोहे का, थोड़ा बहुत इंजीनियर बोल सकते हैं। हाँ, बोलो. जैसे खराब का काम होता है ना, जैसे अपन फोन के कवर ववर है, ओ, प्लास्टिक का आइटम है, या कुछ ओके. भी
ऑनलाइन में कुछ भी उस चीज़ की डाई बना देते हैं हम, ओके फिर वही निकलेगा। जैसे मग हो गया, बाल्टी हो गई, साबुनदानी, कवर, हेडलाइट, वाइजर वगैरह, ये जितने भी ये प्लास्टिक के आइटम होते हैं। ओके, इसका बिजनेस है, हाँ, ये नौकरी करता हूँ। नौकरी करता है। ओके ഓക്കെ ഭായി നമുക്ക് പാനി വാങ്ങിച്ചിട്ടുണ്ട്. താങ്ക് യു. എന്തിനാണെന്ന് അറിയില്ല, പക്ഷേ അവന് എനിക്ക് ഉപകാരം ചെയ്തതെന്ന്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഗൈസ്, ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി. അയ്യോ, മെട്രോ. ശ്വാസം വിടാനുള്ള സമയം പോലും കിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ്. ഇനി ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം എങ്ങനെയാണ് പരിപാടികളൊന്നും. ഇതാണ് സ്റ്റേഷൻ. ഹാഫ് മൂണാണെന്നും ഇവിടെ തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഓക്കെ, Shining on the streets of mine, my soul was weakness.